നമസ്തേ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ അടക്കി വാഴുന്ന SFIയുടെ അത്യന്തം നീചവും നിന്ദ്യവുമായ കരാള രാഷ്ട്രീയത്തിന് ഇരയാണ് സിദ്ധാർത്ഥൻ. പൂക്കോടിൻ്റെ തനിയാവർത്തനമാണ് കോട്ടയത്തെ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഹോസ്റ്റലിലുണ്ടായത്. ശരീരത്തിലാകമാനം കോമ്പസ് കൊണ്ട് കുത്തി വരഞ്ഞ് മുറിവേൽപ്പിക്കുക, ആ മുറിവുകളിൽ ലോഷൻ ഒഴിക്കുക, പേടിച്ചരണ്ട് നിലവിളിക്കുമ്പോൾ വായടപ്പിക്കാൻ വായിലും ലോഷൻ ഒഴിക്കുക, ഈ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുക, പണം പിടുങ്ങുക, മദ്യവും മയക്കുമരുന്നും പകരുന്ന ലഹരിയിൽ ഹോസ്റ്റലും ക്യാമ്പസും അടക്കി വാഴുക. ഈ ചെയ്തികളൊന്നും അറിയില്ലെന്ന് ഒരു ഉളുപ്പുമില്ലാതെ അധികാരികൾ സാക്ഷ്യപ്പെടുത്തുക. തികച്ചും ദുർബലമായ വകുപ്പുകൾ ചേർത്ത് പോലീസ് കുറ്റപത്രം നൽകുന്നു. പ്രതികൾ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്നു. വീണ്ടും പൂക്കോടും കോട്ടയവും കൊച്ചിയും കണ്ണൂരും കാര്യവട്ടവും ആവർത്തിക്കപ്പെടുന്നു. ഈ കാടത്തത്തിന് ഒരു അറുതി വേണ്ടേ? ജനം TV ഇന്ന് തുടക്കം കുറിച്ച ആൻറ്റി റാഗിംഗ് ക്യാമ്പയിനിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്. റിട്ടയേർഡ് SP N സുഭാഷ് ബാബു, സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവി, ABVP നേതാവ് യദുകൃഷ്ണൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ പ്രത്യേക സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ വാണി, ഇന്ന് രാവിലെ സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളും സിദ്ധാർത്ഥൻ്റെ അമ്മാവനും ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണ് സിദ്ധാർത്ഥൻ അവർക്ക് നഷ്ടപ്പെട്ടിട്ട്. ഇവിടെ പൂക്കോട് മാത്രമല്ല, ഇപ്പോൾ ഈ 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കോട്ടയത്ത് കോളേജ് ഓഫ് നഴ്സിംഗിൽ ഹോസ്റ്റലിൽ നമ്മളിത് കണ്ടതാണ്. സമാനമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ ആവർത്തിച്ചു. എന്തോ ഭാഗ്യത്തിന്, ഒരുപക്ഷെ ആ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ അത് ആവർത്തിക്കപ്പെട്ടേനെ. എന്താണ് നമ്മുടെ ക്യാമ്പസുകളെയും അതുപോലെ ഹോസ്റ്റലുകളെയും ബാധിച്ചിരിക്കുന്നത്? യഥാർത്ഥത്തിൽ സ്വബോധമുള്ള ആരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല, അല്ലേ? അപ്പോൾ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡിന് മാത്രമേ ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കൂ. നമ്മുടെ ക്യാമ്പസുകളുടെയും ഹോസ്റ്റലുകളുടെയും കുഴപ്പം എന്താണ്? സാധാരണ ഒരു മനുഷ്യൻ്റെ യുക്തി അനുസരിച്ച് ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതുപോലെ പെരുമാറാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് എന്താണ് നമ്മുടെ സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്? മീഡിയയിലൂടെയാണെങ്കിലും സിനിമയിലൂടെയാണെങ്കിലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴും വയലൻസ് കാണിക്കുന്നവനാണ് മുഖ്യധാരയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവനാണ് കൂടുതൽ ശക്തിയുള്ളത്, ഞാനാണ് പ്രബലൻ എന്നുള്ള നിലയിലാണ് നമ്മുടെ മീഡിയ ഉൾപ്പെടെയുള്ള, സിനിമ ഉൾപ്പെടെയുള്ള, മീഡിയ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ചും യുവതലമുറയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സിനിമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന, അതിന് ഉദാഹരണങ്ങളായ ഒരുപാട് സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് റാഗിങ് മാത്രമല്ല, അല്ലാതെയുള്ള വയലൻസിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, വയലൻസിനെ വയലൻസ് കൊണ്ട് തന്നെ നേരിടുക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ വയലൻസ് കണ്ട് ആസ്വദിക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വിജയം. ഇത്രയും ക്രൂരത കാണിക്കുമ്പോഴും ആ ക്രൂരതയെ ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വല്ലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യത്തിനെക്കാട്ടിലും കൂടുതൽ, ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മൾ കാണുന്നത് മാത്രമല്ല, വളരെ സട്ടിലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കമൻസാണ്. ഈ ഒരു സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൻ്റെ പ്രിൻസിപ്പിളാണ് സാധാരണ അഡ്വർടൈസിങ് കമ്പനികൾ ഉപയോഗിക്കുന്നത്. അവരാരും പോയിട്ട് നിങ്ങളോട് ഇന്ന സാധനം വാങ്ങിച്ച് കഴിക്കൂ അല്ലെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കൂ എന്ന് പറയാറില്ല.
അതുപോലെ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളോ സിനിമകളോ ഒന്നും തന്നെ നിങ്ങളോട് നിങ്ങൾ പോയി വയലൻസ് കാണിക്കൂ എന്ന് പറയുന്നില്ല. പക്ഷേ ഈ വയലൻസ് നിരന്തരം കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വയലൻസ് എപ്പോഴും നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് നോർമലാണ്. സീനിയർ വിദ്യാർത്ഥികളാണെങ്കിൽ ഇങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടുന്നത്, നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ പുറത്ത് അധികാരം സ്ഥാപിക്കാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടുന്നത് എന്നുള്ളൊരു നാച്ചുറൽ തോന്നൽ മനുഷ്യരുടെ മനസ്സിലേക്ക് വരുന്നു. ഇതൊരു കാര്യം. ഇതിനെ സർ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ഇത് അധികാരികളൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ആ അധികാര സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകൂ എന്നാണ്. അത് ബഹുമാനപൂർവ്വം തന്നെ പറയുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അധികാര പരിധിയിൽ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ നടക്കുന്നതൊന്നും ഞങ്ങൾ അറിയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇന്നാണ് ഞങ്ങളിത് അറിയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ യോഗ്യരല്ല. ഇപ്പോൾ സാറ് പറഞ്ഞ വളരെയധികം ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടവരുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും മീഡിയകളിൽ ചർച്ച ചെയ്യുന്നതും ഇതുപോലെ കേസ് വരുന്നതും എല്ലാം. സിദ്ധാർത്ഥൻ്റെതാണെങ്കിലും കാര്യവട്ടത്തെ സിറ്റുവേഷൻ ആണെങ്കിലും കോട്ടയത്തെ സാഹചര്യമാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ അല്ലാതെ ഒരു 2 മാസം മുമ്പ് ഒരു നഴ്സിംഗ് ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്ന് കേട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു അമ്മു സജീവൻ്റെ. അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ കുട്ടി വീണു, എങ്ങനെയോ വീണതാകട്ടെ, അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. പീഡിപ്പിച്ചിരുന്നു, ഹോസ്റ്റലിനകത്ത് മാനസികമായി ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു, പല ദിവസങ്ങളിലും ഈ കുട്ടി ഭക്ഷണം കഴിച്ചിരുന്നില്ല, അടിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതൊക്കെ പെൺകുട്ടികളാണ് ചെയ്തത്. നമ്മൾ വളരെ പരിപാവനമായിട്ട് വളരെ മാതൃമനസ്സോടുകൂടി മാത്രം കാണുന്ന സ്ത്രീ എന്ന് പറയുന്ന വ്യക്തികളാണത് ചെയ്തത്. അവരാരും കുട്ടികളുമല്ല, അഡൽസാണ്. ഇവർ ചെയ്ത പ്രവൃത്തിയാണിത്. ഇതിൻ്റെ പരിണത ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? ഈ കുട്ടി മരണപ്പെടുകയാണ്. ഈ കുട്ടി ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് പോലും അവിടെ ആതുര സേവന രംഗത്തെ പ്രഗത്ഭരെന്ന് പറഞ്ഞ് അടുത്തൊരു തലമുറയെ ആ ലെവലിലേക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന നഴ്സിംഗ് ട്യൂട്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ വീഴ്ചകൾ എന്താണ്? 3 മണിക്കൂറിൽ കൂടുതൽ യാത്രയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി ആ ആംബുലൻസിനകത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ആ കുട്ടിയുടെ കൂടെ ഇരിക്കാതെ ഞാൻ മുൻപിലാണ് ഇരുന്നത്, അതുകൊണ്ട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കാടത്വമാണ് നമ്മൾ അധികാരികളിൽ നിന്ന് കാണുന്നത്. ഇപ്പോൾ മുമ്പിൽ ഒരു കുഞ്ഞ് വേദന എടുത്ത് പിടയ്ക്കുമ്പോൾ പോലും ആ കുട്ടിയോട് പോലും, അല്ലെങ്കിൽ ഇത്രയും ദിവസം വളരെ സ്മാർട്ടായിട്ട് എൻ്റെ മുന്നിലിരുന്ന് പഠിച്ച ഒരു കുട്ടിയോട് പോലും മനുഷ്യത്വം പോലും തോന്നാത്ത ഇവർ എങ്ങനെയാണ് നിയമവും ആതുര സേവനവും നടത്താൻ പോകുന്നത്? ഈ പറയുന്ന വ്യക്തികളാണ് അധികാരത്തിലിരിക്കുന്നത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ തടി രക്ഷിക്കപ്പെടുത്താൻ പറ്റുന്ന നിലയിലുള്ള നിയമ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇതിനെല്ലാം ലൂപ്പ് ഹോൾസാണ്. പുതിയ നിയമം ഉണ്ടാക്കുമൊന്നുമല്ല. ഈ പറയുന്ന നിയമം കൃത്യമായി നടപ്പിലാക്കുകയും ഈ പറയുന്ന ആൻറ്റി റാഗിങ് സെല്ലൊക്കെ ഉണ്ടല്ലോ കേരളത്തിലൊക്കെ, UGC വരുന്നത്, UGC ആൻറ്റി റാഗിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 1998 കേരളത്തിൽ ആക്ട് വന്നതാണ്. ഈ ആൻറ്റി റാഗിങ് സെല്ലിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ കുട്ടികളുമായിട്ട്, 1ാം വർഷ കുട്ടികളുമായിട്ട് നിരന്തരം സംവദിക്കുകയും അവരുടെ വെൽഫെയറിനെ കുറിച്ച് അന്വേഷിക്കുകയും വളരെ ഓപ്പണായിട്ടുള്ള ഡിസ്കഷൻസിനുള്ള ഫോറം ഉണ്ടാക്കലാണ്. അല്ലാതെ വെറുതെ വർഷത്തിൽ 2 മീറ്റിംഗ് നടത്തി പേപ്പറിനകത്ത് സിഗ്നേച്ചർ ഇട്ട് രജിസ്റ്ററിൽ സൂക്ഷിക്കാനുള്ള UGC അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടിക്ക് മാർക്ക് ആക്ടിവിറ്റി ആയിട്ട് അത് മാറരുത്. ഇതാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. ഈ കോളേജ് പ്രവേശന സമയത്ത് തന്നെ ആൻറ്റി റാഗിങ് സെല്ല് അതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഇതാണ് എന്നൊക്കെ ഓരോ വിദ്യാർത്ഥിയെയും ധരിപ്പിക്കേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആക്ടിൽ. അത് കൃത്യമായി പറയുന്നുണ്ട്. ഇത് കുട്ടികളോട് ധരിപ്പിക്കുന്നുമുണ്ടാവാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു തവണ പറയുന്നത് കൊണ്ടോ ഇതിനെക്കുറിച്ച് ഒരു അറിവുള്ളത് കൊണ്ടോ മാത്രം അതുപോലൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ താൻ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ താൻ റാഗിങ്ങിന് ഇരയാകുന്നു എന്ന് പറയുന്ന ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് അതിനെതിരെ പ്രതികരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടെയുള്ള കുട്ടികൾക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഈ ടിക്ക് മാർക്ക് ആക്ടിവിറ്റി നടത്തിയാൽ അതുണ്ടാവില്ല. ഈ ജോയിനിങ് ടൈമിൽ അല്ലെങ്കിൽ ഇവരെ ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വന്ന് നിന്ന് ഒരു PPT അവതരിപ്പിച്ചാൽ കിട്ടുന്ന ധൈര്യമല്ല ഇത്.
ഇത് കുട്ടികളുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് ക്ലാസ്സിലെ ട്യൂട്ടേഴ്സും സീനിയർ സ്റ്റുഡൻസും ഈ ആൻറ്റി റാഗിങ് സെല്ല് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് തന്നെ ഇന്ന വ്യക്തികൾ വേണം എന്നുണ്ട്. അതിനകത്തൊരു പാരന്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, സീനിയർ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, സ്വന്തം ഫസ്റ്റ് ഇയർ ജൂനിയർ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, കോളേജിലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട്, പ്രിൻസിപ്പൾ ആയിരിക്കണം അതിൻ്റെ ചെയർമാൻ. ഇങ്ങനെയുള്ള ഒരു സെല്ല് അവിടെ രൂപീകരിച്ച് വെച്ചിട്ട് ഇവരാരും അപ്രോച്ചബിൾ അല്ല, അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ പറയണം എന്നറിയില്ല. ഞാൻ അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുന്ന കണ്ടാൽ സീനിയേഴ്സ് എന്നെ സ്കെച്ച് ചെയ്യും എന്നുള്ളൊരവസ്ഥയാണ് ഇവിടെ. ഈ സ്കെച്ചിങ് എന്ന് പറയുന്ന സാധനം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സ്കെച്ച് ചെയ്താണ് ഒറ്റപ്പെട്ട് കിട്ടുന്ന കുട്ടികളെ കൊണ്ടുപോയി ഇടിമുറിയിലും അല്ലാതെ ഉള്ളിടത്തും കൊണ്ടുപോയി ഉപദ്രവിക്കുന്നത്. ഡോക്ടർ വാണി, അത് മാത്രമല്ല, ഈ ഹോസ്റ്റലുകളിലൊക്കെ വാർഡൻ്റെ സാന്നിധ്യം ഉണ്ടാവണ്ടേ? വാർഡൻ ഉണ്ടോ? ഉണ്ട്. പക്ഷേ രാത്രികാലങ്ങളിൽ അങ്ങനെ ഒരാളില്ല അവിടെ. എന്ത് തോന്നിയാസവും കാണിക്കാം, ആരും ചോദ്യം ചെയ്യാനില്ല. അഥവാ ചില കേസസ് ഉണ്ട്, വാർഡൻ ഉണ്ടെങ്കിൽ തന്നെ ഇവരോടൊപ്പം ഇരുന്ന് മദ്യപിക്കുകയും ഇവരോടൊപ്പം ഇരുന്ന് കഞ്ചാവടിക്കുകയും ചെയ്യുന്ന വാർഡന്മാരും ഉണ്ട്. ഈ വാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനമാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ അവിടെയാണ് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ ഈ ഇൻസിഡൻറ്റ് നടന്നു കഴിയുമ്പോൾ വാർഡൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ വാർഡൻ്റെ പണി പോകും, ജയിലിൽ പോകും എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടെങ്കിൽ വാർഡൻ ജോലി സ്ഥലത്ത് അവിടെ ഉണ്ടാകും, ഉത്തരവാദിത്വത്തോടു കൂടി ജോലി ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു വിഷയമില്ല. സസ്പെൻഷൻ വരും, കൂടി പോയാൽ, ഇല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വരും, ഇല്ലെങ്കിൽ ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. വാർഡൻ ഡയറക്റ്റ്ലി ഇൻവോൾവ്. അവിടെയാണ് ലൂപ്പ് ഹോൾസ്. എനിക്ക് തോന്നുന്നു സുഭാഷ് സാറിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുമായിരിക്കും. ലൂപ്പ് ഹോൾസ് അവിടെയാണ്. വാർഡൻ ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ല, വാർഡൻ ഇൻവോൾവ് ആണെന്നുള്ളതിന് തെളിവില്ല. കുട്ടികൾക്കെതിരെ എന്തെങ്കിലും വന്നു, അപ്പോൾ അടുത്ത പ്രശ്നം വരും, മനുഷ്യാവകാശം, കുട്ടികളുടെ ഭാവി, പ്രായം പരിഗണിക്കണം. അപ്പം ഈ പ്രായത്തിൻ്റെ പരിഗണന ഇല്ലാതെ ഇവർ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ആര് മറുപടി പറയും? യെസ്, ശ്രീ സുഭാഷ് ബാബു, നേരത്തെ ഡോക്ടർ വാണി ചൂണ്ടിക്കാണിച്ചതുപോലെ വയലൻസ് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളല്ലേ നമ്മുടെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. റാഗിംഗ് കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി കേരളത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടകത്താണെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി അവിടെ കോളേജ് ക്യാമ്പസിൽ തന്നെ റേപ്പ് ചെയ്യപ്പെട്ടു. ആ കേസിലെ പ്രതികളെ മാത്രമേ ശിക്ഷിച്ചിട്ടുള്ളൂ. ആ ഒരു കേസ് മാത്രമേ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാം എന്നറിയാം. മാത്രമല്ല, അധികാരികളുടെ പൂർണ്ണ പിന്തുണ, രാഷ്ട്രീയ പാർട്ടികളുടെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണം, ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്ന ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കൂടുതൽ ക്രൂരകൃത്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും സംരക്ഷണമാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഘടകം. അത് ഏതെങ്കിലും രീതിയിൽ ഇതിനെ നേരിടാൻ സാധിക്കാതെ ക്രിമിനലുകളായിട്ട് ഇത് പ്രവർത്തിക്കുന്ന ഈ കുട്ടികൾക്ക് സംരക്ഷണം ഏതെങ്കിലും മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് സംഘടനകളുടെ ഭാഗത്തു നിന്നും, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും, കോളേജ് അധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഘടകം. ഇതിലെ ഏറ്റവും പ്രധാനം വയലൻസ് എന്നൊരു ഫാഷൻ, പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിൽ വയലൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ അച്ചടക്കവും സ്വഭാവ രൂപവൽക്കരണവും ഒന്നും ഇപ്പൊ അപ്രാപ്യമാണ്. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ക്യാരക്ടർ ഫോർമേഷൻ, അതായത് അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാരക്ടർ ഫോർമേഷൻ ആണ് വിദ്യാഭ്യാസം. ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇപ്പോ ഒരു വിദ്യാർത്ഥിയുടെ ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി കണ്ടുപിടിക്കാൻ കുട്ടികളെ സഹായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ മുഴുവൻ വയലൻസ് ആണ്, അക്രമങ്ങളാണ്. അതിനേക്കാൾ ഉപരി അവിടെ രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് പരസ്പരം പോരടിക്കുന്ന, മത്സരിക്കുന്ന ഒരു ഗാങ് വാർ സെന്റർ ആയിട്ടാണ് നമ്മളുടെ കോളേജുകൾ, സ്കൂളുകൾ പോലും മാറിയിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ സംഭവങ്ങൾ ശ്രീ നമ്പ്യാർ ഇപ്പൊ പറയുണ്ടായി. ആ സംഭവങ്ങളൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് അടുത്ത കാലത്ത്, പണ്ടൊക്കെ എപ്പോഴെങ്കിലും കേട്ട് ഇരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന വളരെ മുമ്പാണ്. എന്റെ വിദ്യാഭ്യാസമൊക്കെ 70 അവസാനിച്ച ആളാണ്. പക്ഷെ ഞാനുള്ള കാലത്തൊന്നും ഇങ്ങനെ ഒരു വായിക്കുന്ന ഒരു സാധനമില്ല. അവിടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഉപദ്രവിക്കുന്ന സംവിധാനമില്ല, അടികലശലില്ല, ഒന്നുമില്ല. അന്നും രാഷ്ട്രീയവും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മളുടെ സംഘടനകളും തെരഞ്ഞെടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ല. ഇപ്പൊ അതെന്താന്ന് പറയാ, അതൊരു ഫാഷനായി. ഫാഷൻ എന്ന് പറയുന്ന പ്രധാനം അതിന്റെ അടിസ്ഥാനം എന്താന്ന് പറഞ്ഞാൽ, ചില രാഷ്ട്രീയ സംഘടനകൾക്ക്
അവരുടെ ഗുണ്ടാ സംഘങ്ങളെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠശാല എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റിദ്ധാരണയല്ല, ഒരു ധാരണയാണ്. അത് നമ്മൾ ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ ഒഴിവാക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ അക്രമം ചെയ്യുന്ന ഇതേമായി വയലൻസിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളെ യാതൊരു രീതിയിലും സഹായിക്കുന്ന ഒരു സംവിധാനം ഭരണനിർവഹണ ഭാഗത്തില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടാവില്ല, വിദ്യാർത്ഥി സംഘടന ഭാഗത്തുണ്ടാവില്ല. അതേപോലെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് കോടതിയാണ് ഏറ്റവും കൂടുതൽ സഹതാപം കാണിക്കുന്നത്. എന്താണ് ഈ ക്രിമിനലുകളെ ഈ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമില്ല? ഭരണഘടന തന്നെ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താ പറയുന്നത്? പിന്നെ സാൻമാർഗിക സമാധാനം, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സാഹചര്യങ്ങൾ, ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ, അതിലൊന്നും പെടാത്ത രീതിയിലാണ് നമ്മളെ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്. അങ്ങനെയുള്ളവന് മാത്രമേ പൗരാവകാശ സംരക്ഷണത്തിൽ പ്രസക്തിയുള്ളൂ. നമ്മുടെ ഭരണഘടനയുടെ 19-ാം വകുപ്പ് പറയുന്ന ഇതൊക്കെയല്ലേ. ഇതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതിന് അർഹതയില്ല എന്ന് ഭരണഘടന പറയുന്ന അവസരത്തിൽ എന്തിനാണ് ഈ ആളുകൾക്കൊക്കെ ഇത്ര വലിയ സങ്കടം വരുന്നത്? ഇപ്പൊ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ഏത് സംഘടനയായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആന്റി റാഗിങ്ങിന്റെ സംഘടന ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഈ റാഗിംഗ് ഉൾപ്പെടുന്ന കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഏതെങ്കിലും ലെവലിലുള്ള ഒരു സംഘടന കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അവിടെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞിരിക്കുന്നു ഇവിടെ, അതായത് ഇതിൽ ആന്റി റാഗിംഗ് സ്കെൽ നിയമമൊക്കെ വളരെ ശക്തമാണ്. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. നിയമത്തിനകത്ത് വെള്ളം ചേർക്കുന്നതുകൊണ്ടും ചെയ്യാതിരിക്കുന്നതുകൊണ്ടും ചെയ്യാത്ത ആളുകളെ അലംഭാവം കാണിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വീഴ്ചയ്ക്ക് അർഹമായ രീതിയിൽ അവരെ നേരിടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഏറ്റവും അവസാനം ഈ കോട്ടയത്തുണ്ടായാലും ശരി, നമ്മള് ഇപ്പം വയനാട്ടിലുണ്ടായാലും ശരി, ഇവിടൊക്കെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ ഔദ്യോഗിക വ്യക്തികളിൽ നിന്ന്, അതായത് ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന പ്രിൻസിപ്പൽ ഉൾപ്പെടെ താഴോട്ട് വരുന്ന വ്യക്തികളെ സംബന്ധിച്ച് വാർഡനായാലും ശരി, അതല്ല അവിടുത്തെ പിന്നെ ഡീനായാലും ശരി, അവരുടെ ഭാഗത്തു നിന്നൊക്കെ കുറ്റകരമായ വീഴ്ച വരുന്നുണ്ട്. ഇവര് ഇപ്പം ആന്റി റാഗിംഗ് സ്കെൽ എല്ലായിടത്തും നിർബന്ധമാണ്. അത് നിർബന്ധമായിട്ട് UGC നിഷ്കർഷിക്കുന്നുണ്ട്. അത് എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റി റാഗിംഗ് സെല്ല് എന്ന് പറയുന്നത് എന്തിനാണ്? നോക്കുകുത്തിയായിട്ടിരിക്കാനല്ല. അവരെ സംബന്ധിച്ചിടത്തോളം റാഗിംഗ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഇതിന്റെ ഒരു ആന്റി റാഗിംഗ് സെല്ല് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ആന്റി റാഗിംഗ് സെല്ല് എന്ത് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കണം, അതിനും വ്യക്തമായ ധാരണകളൊക്കെ ഉണ്ട്, നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവരെ മീറ്റിംഗ് കൂടണം, ഈ കുട്ടികളെ, ഈ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ബന്ധപ്പെടണം, ഒറ്റയ്ക്കും കൂട്ടായും ബന്ധപ്പെടണം. അവരെ സംബന്ധിച്ച് ഭയരഹിതമായിട്ട് ഇവരുമായിട്ട് ആശയവിനിമയം നടത്തുന്ന പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ രഹസ്യമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫോണുകളോ മറ്റു കാര്യങ്ങളും വേണം. ഇവരിൽ കൂടെ അവർക്ക് നേരിട്ട് പറയാൻ ഭയമാണെങ്കിൽ ഇവർക്ക് മറ്റാളുകളെ അറിയിച്ചതിന് ശേഷം അവരിലൂടെ ഈ വിവരങ്ങൾ പിന്നെ മറ്റാളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനും പോലീസിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ സംവിധാനമുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംഭവം ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എന്റെ അറിവ്. കാരണം ഇവിടുത്തെ എന്റെ പരിചയത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നും ഇതേമാതിരി ആ കോളേജിൽ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ അധ്യാപകർ, കുറെ ആളുകൾ ഇതിനെ സഹായിക്കുന്ന അധ്യാപകർ, അവരെ സംഘടനയുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെയൊക്കെ നോക്കിപ്പിടിച്ച് ഞാൻ പറയുന്നത് ഒരു പിന്നെ പരസ്യ വിചാരണയൊക്കെ ഈ പറയുന്ന ആളുകളെ പറ്റി നടത്തിയ തിരക്കുകളിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കൈവിട്ടുപോയി. കാരണം കുട്ടികളെ ഇപ്പം സ്കൂളിലേക്ക് അയക്കുന്നതിന്, കോളേജുകളിലേക്ക് അയക്കുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ കുട്ടികള് ഒരു വയലൻസ് അഭ്യസിക്കുകയും ഒരു റൗഡികളായിട്ട് അല്ലെങ്കിൽ ഗുണ്ടകളായിട്ട് മാറാനുള്ള ഒരു പരിശീലന കളരിയായിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ ഇവിടെ പരിവേദനയൊക്കെ കണ്ടിരുന്നു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആരും പോരുന്നില്ല. കാരണം എന്താ പറയാ, മറ്റു സ്ഥാപനങ്ങളിൽ കുറച്ചുകൂടെ അച്ചടക്കമുണ്ട്, അവിടെ കുറച്ചുകൂടെ നിയന്ത്രണങ്ങളുണ്ട്. നിയന്ത്രണങ്ങളില്ലാത്ത പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഇതേമാതിരിയുള്ള അക്രമവും ഗുണ്ടായുസവും പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ അയക്കാൻ ആളുകൾക്ക് മടിയാണ്. ഇന്നിപ്പം എന്താ പറയുക, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ കുറയുന്നു. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മറ്റാളുകൾ, കാരണം ഒരു അധ്യാപകൻ വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ലെക്ചറർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ ആജ്ഞാനവർത്തികളായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും അവിടുത്തെ പ്രധാനപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഇപ്പൊ വാർഡനായാലും ശരി, ഡീനായാലും ശരി, വൈസ് പ്രിൻസിപ്പൽ ആയാലും ശരി, അവർക്കാർക്കും ഈ തോന്നിവാസത്തിന് എതിര് നിൽക്കാൻ സാധിക്കുന്നില്ല. ആ തോന്നിവാസത്തിനെ ചോദ്യം ചെയ്യുകയും നടപടിയെടുക്കുന്ന സാഹചര്യം
ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥ അവിടെ ഇല്ല. അതെ. ആ അവസ്ഥ ഇല്ലാത്തതിന് രക്ഷിതാക്കളാണ് കൂടുതൽ അപരക്ഷിതാക്കൾ ചെയ്യുന്ന താല്പര്യം. കുട്ടികളെ അങ്ങോട്ട് തള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനില്ല. ഈ ഇതേമാതിരി പ്രശ്നങ്ങൾ വരുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ഈ ഫസ്റ്റ് ഇയർ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കള് നിർബന്ധമായിട്ടും ആദ്യം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഈ കുട്ടികളെ വന്ന് കാണുകയും അതിനുശേഷം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൊല്ലത്തേക്ക് നിർബന്ധമായിട്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് പണ്ടുപോലെ എന്റെ അഭിപ്രായം അതാണ്. കാരണം ആദ്യം ഈ കുട്ടികളെ ഒരാഴ്ച കഴിയുമ്പോൾ വന്ന് കാണുക, അവരെ ഇവരുമായിട്ട് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും അവരോടൊപ്പം 1-2 ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പൊ എന്തായാലും രക്ഷിതാക്കളോട് പറയും, അവർക്ക് കണ്ടാൽ അറിയാൻ തന്റെ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിക്കുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, മാനസിക പ്രശ്നമുണ്ടോ എന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ പുതിയ കുട്ടികളെ സാധിക്കുന്നവരാ രക്ഷിതാക്കൾ. അധ്യാപകർക്ക് അത് സാധിച്ചൊന്നും വരില്ല. കാരണം ഇപ്പോഴത്തെ അധ്യാപകരെ സംബന്ധിച്ചോളം കുട്ടികളുമായിട്ട് പഴയ ബന്ധങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ നമ്മുടെ അധ്യാപകരൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടായാലും ഭയം ഉണ്ടെങ്കിൽ ചോദിക്കും, എന്താണ് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കില്ലേ? ഇപ്പൊ ഏതെങ്കിലും അധ്യാപകർ ചോദിക്കുന്നുണ്ടോ? ശ്രീ സുഭാഷ് ബാബു, ഒരു നിമിഷം ഞാനൊന്ന് ഇടപെടുകയാണ്. റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ ചേരുന്നു. സർ, റാഗിങ് തുടക്കത്തെ ആവുകയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ, നമ്മുടെ ഹോസ്റ്റലുകളിൽ. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇതിന് ഒരു അറുതി വരുത്തണ്ടേ? അത് സാധ്യമാണോ? സത്യമല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? എല്ലായിടവും ഉണ്ട് ഇപ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ വയലൻസിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട്, അതായത് വയലൻസ് കാണുന്ന തന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. ആ രീതിയിലേക്കായി നമ്മുടെ സമൂഹം. അപ്പൊ അവിടെ നോക്കുമ്പോ ക്യാമ്പസിൽ നേരിട്ട് അവന്മാർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് ചെയ്യും. വല്ലവന്റെയൊക്കെ ദേഹത്തൊക്കെ വരഞ്ഞിട്ട് അതിനകത്ത് ഡെറ്റോൾ ഒഴിക്കുക, അല്ലെ ഇത് ആ രീതിയിലൊക്കെ ഉള്ള പെരുമാറ്റം പിള്ളേർക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വയലൻസിലേക്ക് കുഞ്ഞുങ്ങൾ തിരിഞ്ഞെന്നുള്ളതാണ്. അതിന്റെ കാരണം ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇവനൊക്കെ വരുന്ന വീടുണ്ടല്ലോ, ഇവനെയൊന്നും അല്ല ചെയ്യേണ്ട, ഈ പിള്ളേരെ അല്ല ഉപദ്രവിക്കേണ്ടത്, ഇവന്റെ തന്തയും തലയുണ്ടല്ലോ അവരെയാണ്. കാരണം അവര് നന്നായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് പകരം, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട വീട്ടിൽ നിന്നാണ്. അതിന് പകരം ഇങ്ങനെയുള്ള എന്ത് യവന്മാരെ എന്ത് തോന്നിവാസം കാണിച്ചാലും അതിന് നിന്നു കൊടുക്കും. അതാ കാര്യം. അങ്ങനെയല്ല വേണ്ടത്. നേരെ മറിച്ച് പിള്ളേരെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം വീട്ടില്. അതാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അതാണ് പ്രശ്നം. പിന്നല്ലേ ഉള്ളു സ്കൂളിന്റെയും കോളേജിന്റെയും കാര്യം വരുന്നേ. ആദ്യം വീട്ടിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ആ അടിസ്ഥാന വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഏറ്റവും നല്ല ഭവനത്തെക്കാൾ നല്ല ഒരു വിദ്യാലയവും ലോകത്തില്ല, ഏറ്റവും നല്ല രക്ഷിതാക്കളെക്കാൾ നല്ല അധ്യാപകരും ലോകത്തില്ല എന്ന് പറഞ്ഞത്. അതൊന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആ രീതി പ്രവർത്തിക്കാനൊന്ന് പഠിക്കണം. അതാരും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം, പിന്നെ ടീച്ചേഴ്സ് അത് അധ്യാപകരായാലും ബാക്കി അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നോക്കുന്ന വാർഡൻസ്, ഇതൊക്കെ ഈ കോളേജിലെയും സ്കൂളുകളിലെയും കോളേജുകളിലെയൊക്കെ ഒരു സീനിയർ ടീച്ചറെയാണ് ഇതിന്, ആ അധ്യാപകനെയാണ് ഇതിന് വെക്കുന്നത്. ഇവനൊന്നും ഇതൊന്നും നോക്കത്തില്ല. അവനൊക്കെ അവന്റെ വീട്ടിൽ പോയി കിടക്കും. വീട്ടിൽ പോയി കിടന്നാൽ ഈ അധിക വേതനം വാങ്ങേണ്ട കാര്യം എന്താണ്? അതൊന്നും നടക്കത്തില്ല. കാരണം ഈ എവിടെ റാഗിങ് നടന്നോ നോക്കിക്കോളൂ. ഈ റാഗിങ് എന്ന് പറയുന്നത് കള്ളനെ താക്കോൽ ഏൽപ്പിക്കുന്നത് പോലാണ് ചെയ്യുന്നത്. അവന്മാരെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. അതിന് പകരം ഈ റാഗിങ് നടന്ന വീരന്മാർക്ക് ഈ അധികാരം കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വളരെ കൂടുതലാണ്. ഇപ്പൊ ഇത് മിക്കവാറും എല്ലാ കോളേജുകളിലും ഈ നടക്കുന്നിടത്തെല്ലാം ഹോസ്റ്റലുകൾ നമ്മൾ നോക്കിക്കോളൂ, അവിടെ ആരും ചുമതലക്കാരില്ല. ചുമതല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ യുവമാരെ ഈ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് യുവമാരെ തന്നെ കള്ളന്മാരെ താക്കോൽ ഏൽപ്പിക്കുന്ന പോലെ ഈ റാഗിങ് വീരന്മാരെ ഇത് ഏൽപ്പിച്ചിട്ട് പോവാണ് ഈ പാവങ്ങളെ. കൊച്ചു പിള്ളേർ വളരെ, അതായത് ജൂനിയേഴ്സ് അങ്ങോട്ട് ചെല്ലല്ലേ, അവന്മാരെ എടുത്തിട്ട് പെരുമാറും. അവന്മാര് ചെയ്യുന്നത് എന്തുവാണെന്ന് അവന്മാർക്ക് പോലും അറിയത്തില്ല. ആ രീതിയിലാണ് ഈ സമൂഹം ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്താൽ ഏറ്റവും ആദ്യം നടപടി എടുക്കേണ്ടത് ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവന്മാര് ഈ നടപടി ഒന്നും എടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, അവന്മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ റേറ്റിംഗ് ആണ്. അതുപോലെ അടുത്ത വർഷത്തേക്ക് ഇരകളെ ഇഷ്ടം പോലെ കിട്ടണം. അങ്ങനെ കിട്ടുമ്പോൾ അവന്മാര് അതനുസരിച്ച് അവന്മാര് വീണ്ടും ഇതിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല. അവന്മാര് ഇതാ ചെയ്തോണ്ടിരിക്കുന്നേ. അവര് ആരും ഒന്നും ചെയ്യത്തില്ല. ചെയ്യാതിരിക്കുമ്പോ ഇവന്മാർക്ക് അതൊരു വളമാണ്. അപ്പൊ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഈ റാഗിങ്ങിന് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആത്മഹത്യ നമ്മൾ കണ്ടില്ലേ? അത് യഥാർത്ഥ ആത്മഹത്യ എന്ന് പറയാൻ പറ്റുമോ? കൊലപാതകമൊന്നുമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ കുട്ടിയെ പീഡിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു അതിനെ. എന്നിട്ട് അവസാനം അവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ഒരുത്തനെ ഏൽപ്പിച്ചു. പിന്നെ അതായത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ.
അത് അവനെ അങ്ങോട്ട് ആ കൊച്ചിനെ ഹരാസ് ചെയ്തു. അവസാനം അത് ചാടി ആത്മഹത്യ ചെയ്തു. അവസാനം പത്തനാപുരത്തുനിന്നും പരിസരത്തു നിന്നുള്ള ഒരു 3 എണ്ണത്തിനെ അറസ്റ്റ് 4 എണ്ണത്തിനെ അവരെ ഭാവി പോയെന്നുള്ളതല്ലാതെ ആ കുഞ്ഞിന്റെ ജീവൻ പോയില്ലേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉൾപ്പെടെയാണ് ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഈ പണി കണ്ടാണ് ഇപ്പൊ അത് മറ്റ് അതായത് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഇത് കടന്നു വരുന്നത്. അപ്പൊ അതിനെ ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ കർശനമായ നടപടികൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചുമതലയുള്ള ആളുകൾ എടുക്കണം. അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും അവരെടുക്കണം. അത് എടുത്തില്ലെങ്കിൽ അവരെയൊക്കെ പണിഷ് ചെയ്യാനുള്ള ഒരു 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 കാഴ്ചപ്പാട് നമ്മൾ എടുക്കണം, നമ്മുടെ സിസ്റ്റം, പോലീസ് ഉൾപ്പെടെ. കാരണം പോലീസിന് കേസെടുക്കാം. റാഗിങ്ങിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിധത്തിൽ വരും. ഒന്നാമത്തത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസ്, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ ഇപ്പൊ BNS അനുസരിച്ചുള്ള ഒഫൻസ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ റാഗിങ് ആക്ട് അനുസരിച്ച്, ആന്റി റാഗിങ് അതിന്റെ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് വരും. ഇത് 2 എടുക്കണം. 2 എടുക്കുമ്പോൾ പാർട്ടിസിപ്പൻസ് ക്രിമിനൽസ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആളുകൾ. സാർ, ഇവിടെ ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ ഭാവി അത് കണക്കിലെടുത്ത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണല്ലോ ചർച്ച ചെയ്തത്. ഈവൻ ഇപ്പോൾ നോക്കൂ, ഈ കോട്ടയം കേസിൽ അറ്റംപ്റ്റ് ടു മർഡർ അത് FIR-ലുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതും റാഗിങ് വർദ്ധിക്കാൻ കാരണമല്ലേ? ഉറപ്പാണ്. ഇവന്റെയൊക്കെ ഭാവി ഇവനൊക്കെ എന്തോ ഭാവി? ഇവന് ഭാവിയും ഭൂതമൊന്നും ഇല്ല. അവനൊക്കെ പോയി വേറെ എന്തെങ്കിലും തോട്ടുപണി എന്തെങ്കിലും ചെയ്ത് കഴിയട്ടെ. അത് നമുക്ക് ഇല്ല, നിരോധിച്ചേക്കാണ്. ഇല്ലെങ്കിൽ പോലും അതുപോലുള്ള പണി ചെയ്യണം. അവനൊന്നും ഇത് പഠിക്കാനുള്ള യാതൊരു യോഗ്യതയില്ലാത്തവന്മാരാണ്. അവന്മാരെയൊക്കെ സസ്പെൻഡ് ചെയ്യല്ല, കോളേജിൽ നിന്ന് പുറത്താക്കണം. മാത്രമല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇവന് കിട്ടരുത്. അതുപോലെ റെഡ് മാർക്ക് കൊടുത്ത് വേണം അവന്റെ TC കൊടുക്കാൻ. ആ രീതിയിൽ വേണം ചെയ്യാൻ. അല്ലാതെ അവനോട് അടുത്തൊന്നും ദൈന്യത കാണിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അവനെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചിന്തിക്കാൻ പ്രായമുള്ളവരാണ്. അതായത് നമ്മുടെ ജുവനൈൽ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ളവരാണ്. അതിന് മേളിലോട്ടുള്ളവനൊക്കെ വോട്ടവകാശമുള്ള പ്രായപൂർത്തിയായുള്ളവന്മാരാണ്. അവന്മാരെയൊക്കെ ഉണ്ടല്ലോ ഈ രീതിയിലല്ല വേണ്ടത്. അവൻ്റെ അടുത്തൊന്നും ദൈന്യതയൊന്നും പാടില്ല. ഒരു ദൈന്യതയ്ക്കും യവന്മാരെ അർഹരല്ല. കാരണം ഈ പോയ കുഞ്ഞിന്റെ ജീവൻ ആര് കൊടുക്കും? ഇത് മാത്രം ഇതിന്റെ കഷ്ടപ്പാടെന്ന് ആലോചിച്ചോളൂ. ആ കുട്ടിയായിട്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഇത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഇപ്പൊ ഉള്ളതാണത്. അപ്പൊ അത് വരുന്നുണ്ടെങ്കിൽ ഇവനൊന്നും ദൈന്യതയ്ക്ക് യാതൊരു അർഹതയില്ല. ഇവന്റെ അടുത്തൊന്നും ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. അവന് വേണ്ട ഒരു വിട്ടുവീഴ്ച അവന് ചെയ്യരുത്. ഏറ്റവും ക്രൂരമായ പണിഷ്മെന്റ് അവന് കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. വളരെയധികം നന്ദി സാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഞാൻ യദുവിലേക്ക് പോവാണ്. യദു, വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആൻറ്റി റാഗിങ് സെല്ലുകളുണ്ട് നമ്മുടെ ക്യാമ്പസിൽ. പക്ഷേ അത് നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക്, വിദ്യാർത്ഥികളോട് ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തുകൊണ്ട് മോണിറ്ററിംഗ് സെല്ലുകൾ തുടങ്ങിക്കൂടാ? കൃത്യമായി ഇത് നിരീക്ഷിക്കാൻ അറിയാം. ക്യാമ്പസുകളിലൊക്കെ SFIയുടെ അപ്രമാദിത്വമാണ്. ക്യാമ്പസുകളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ അതിജീവിച്ച് കൂടുതൽ ശക്തമായി ഇടപെടാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവേണ്ടേ ഈ ഒരു ഘട്ടത്തിലെങ്കിലും? തീർച്ചയായിട്ടും റാഗിംഗ് എന്ന് പറയുന്നത് തികച്ചും പ്രാകൃതവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ഒരു മാനസിക രോഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മാനസിക രോഗം ഉണ്ടാവുന്നത് ഈ ക്യാമ്പസുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സിദ്ധാർത്ഥൻ്റെ കേസ് മുതൽ ഇന്ന് നടന്നിട്ടുള്ള കാട്ടാക്കട കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെ ഇന്നലെ അടക്കം നടന്നിട്ടുള്ള കേസുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഒരു ഇടത് എക്കോസിസ്റ്റം ഇവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ എല്ലാ കേസുകളിലും അവരുടെ സാമ്പത്തികമായിട്ടുള്ളതായിക്കോട്ടെ, നിയമപരമായിട്ടുള്ളതായിക്കോട്ടെ, റാഗിങ് കേസുകൾ ഉണ്ടായാൽ അവരെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെ ചെയ്യാൻ ക്യാമ്പസുകളിൽ, കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകളിൽ ഉൾപ്പെടെയുള്ള ഒരു ഇടത് എക്കോസിസ്റ്റം ഇതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് SFIയെ നോക്കുന്ന സമയത്ത് അക്രമങ്ങളെ ഏതു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉടനീളം SFI സ്വീകരിച്ചു വരുന്നതും ഇതിന്
കാരണമായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ മാഡം ക്യാമ്പസിലെ അധികാരികളെ കുറിച്ച് പറഞ്ഞു. അധികാരികളെ കുറിച്ച് പറയുന്ന സമയത്ത് ക്യാമ്പസുകളുടെ ഹോസ്റ്റലുകൾ, ഗവൺമെൻറ് കോളേജുകളുടെ ഹോസ്റ്റലുകളുടെ വാർഡൻ എന്ന് പറയുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾമാരായിരിക്കും. അസിസ്റ്റന്റ് വാർഡൻ എന്ന് പറയുന്നത് ആ ക്യാമ്പസിലെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഒരാളായിരിക്കും. മറ്റ് ആരും ആ ഹോസ്റ്റലിൻ്റെ ചുമതല വഹിക്കുന്നില്ല. ഇവരൊക്കെ തന്നെയും ക്യാമ്പസിൻ്റെ സമയം കഴിയുന്ന സമയത്ത് ക്യാമ്പസിൽ നിന്ന് പോവുകയാണ്. ഈ ഹോസ്റ്റലിൽ ആരും തന്നെ ഇല്ല. ചില സ്ഥലങ്ങളിൽ മാത്രം, ഇപ്പം നമ്മൾ കോട്ടയത്ത് മാത്രമാണ് ഒരു ഹൗസ് കീപ്പർ അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അതും പ്രായമായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു സംവിധാനവും ഇല്ല. സിദ്ധാർത്ഥന്റെ കേസ് നമ്മളെല്ലാവരും കേരളത്തിൽ ഉടനീളം വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ സിദ്ധാർത്ഥന്റെ കേസ് കഴിഞ്ഞിട്ട് ഇന്ന് 1 വർഷം തികയാണ്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയാണ്. പക്ഷെ ഈ ഒരു വർഷം തികയുന്ന സമയത്തും ഇതിനെതിരെ നടപടി എന്നല്ല, ഈ ഇത്തരത്തിലുള്ള റാഗിങ് കേസുകൾ നമ്മളുടെ ക്യാമ്പസുകളിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇതിനെതിരെ ഒരു നടപടിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനി സാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾക്ക്, അപ്പോൾ പല ക്യാമ്പസുകളിലും ഇപ്പം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റാത്ത രീതിയിലേക്ക് ക്യാമ്പസുകളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് SFI ശ്രമിക്കുകയാണ്. തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത ആളുകളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന നിലയുണ്ടാവുന്നു. ഈ അടുത്ത് നമ്മൾ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കണ്ടു. തങ്ങളുടെ വൈരുദ്ധിക്ക് നിൽക്കാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, അതായത് ഫൈനൽ ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ പുറത്തു നിന്ന് അടക്കമുള്ള ക്രിമിനലുകൾ ക്യാമ്പസിലെത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഇതിന് കൂട്ടുനിൽക്കുന്ന നിലപാട് ആ ക്യാമ്പസിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്നു. ക്യാമ്പസിലേക്ക് ഇത്തരത്തിൽ അക്രമം നടക്കുന്ന സമയത്ത് അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ അതായത് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് പോലും ക്യാമ്പസിലെ അധികൃതർ എടുക്കാത്ത ഒരു സമീപനമുണ്ട്. അപ്പോൾ ക്യാമ്പസുകളിൽ നമ്മൾക്ക് ഇത്തരത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇപ്പോൾ ABVP കേരളത്തിൽ ഇതുപോലെ റാഗിങ് കേസുകളിൽ ഇരകളായിട്ടുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ക്യാമ്പസിന് പുറത്തേക്ക് നടത്തുന്നുണ്ടെങ്കിൽ പോലും പലരും ഈ അധികാരികളെ പേടിച്ച്, ഈ SFIക്കാരെ പേടിച്ച് ഇത് തുറന്ന് പറയാൻ പോലും മടിക്കുന്ന സാഹചര്യം നിലവിൽ കേരളത്തിലെ ക്യാമ്പസുകളിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളെയാണ് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിനുള്ള എല്ലാ വിധത്തിലുള്ള പ്രവർത്തനവും കേരളത്തിൽ ABVPയുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ, ഡോക്ടർ വാണി, ഈ നരാധമന്മാരായ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണ്ടേ? ഇപ്പം നേരത്തെ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷി അതാണ് പറഞ്ഞത്, അല്ലേ? അവർ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നു. ഹോസ്റ്റലുകളിൽ അവർ ഏത് രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്, ജീവിക്കുന്നത് എന്നൊന്നും അറിയുന്നില്ല. മക്കളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, കോട്ടയത്തെ അവസ്ഥ കണ്ടില്ലേ? അതായത് മദ്യപിക്കാൻ 800 രൂപ വെച്ച് കൊടുക്കണം. കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങളൊക്കെ ആ കുട്ടികൾ എന്നവിടെ ജോയിൻ ചെയ്തു അന്ന് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നവംബർ മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ പൈസ ചോദിക്കുന്നതെന്ന് രക്ഷിതാവ് അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ തുറന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ഗതി അവർക്കും ഉണ്ടായേനെ. ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇത്തരത്തിലുള്ള മക്കൾ വേണ്ട, നരാധമന്മാർ വേണ്ട എന്ന ഒരു നിലപാട് എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ പറഞ്ഞൊരു കോൺസെപ്റ്റൊക്കെ ഒരു ഐഡിയലിസ്റ്റിക് കോൺസെപ്റ്റാണ്. വേറെ മാതാപിതാക്കളുടെ മക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ വേണ്ട എന്ന് പറഞ്ഞൂടെ, സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞൂടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അത്ര കണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല അത്. നമ്മുടെ സ്വന്തം മക്കളെ ഞാൻ സംരക്ഷിക്കില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന്, അല്ലെങ്കിൽ അവരൊരു തെറ്റ് ചെയ്ത് ഒരു ശിക്ഷ അർഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ പോലും ഇത്തരത്തിലുള്ള കുട്ടികൾ നാളെ ഇവരുടെ തന്നെ അന്തകന്മാർ. തീർച്ചയായിട്ടും സാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. അവരെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. അതിനകത്ത് മാതാപിതാക്കൾക്ക് റോൾ ഉണ്ടെന്നുള്ളതും എല്ലാം സത്യം തന്നെയാണ്. പക്ഷേ അവിടെ അവരിതുപോലൊരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ട് അവരുടെ കേസ് ഞാൻ വാദിക്കില്ല, അല്ലെങ്കിൽ ഞാൻ വക്കീലിനെ വെച്ച് കൊടുക്കില്ല, അത് അങ്ങനെ ഒന്നും പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. ഇതൊന്നും യുക്തിപരമായി ചിന്തിച്ചാൽ നമ്മുടെ സ്വന്തം മകൾക്കോ മകനോ ആണ് ഇതുപോലൊരവസ്ഥ വരുന്നതെങ്കിൽ പോയി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാൻ പോകുന്നില്ല. ഇത് മറ്റൊരാളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇത്രയും ഐഡിയലിസ്റ്റിക് ആയിട്ട് പറയാം. പക്ഷേ ഇതിന് മുന്നേയൊക്കെ
ഈ പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഒരു മകനോ മകളോ എത്തുന്നതിന് മുന്നേ വളരെ വലിയൊരു റോള് കുടുംബത്തിന് മക്കളുടെ വളർച്ചയിൽ നടത്താനുണ്ട്. ഇത് ബ്രിങ്ങിങ് അപ്പിന്റെ പ്രശ്നമാണ്. ബ്രിങ്ങിങ് അപ്പിൻ്റെ മാത്രം പ്രശ്നം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ബ്രിങ്ങിങ് അപ്പിന് ഒരു പരിധി വരെ അതിനകത്ത് സ്വാധീനമുണ്ട്. നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ അതിനകത്തൊരു നേച്ചർ നർച്ചർ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ നേച്ചർ എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മുടെ ജനിതകമായി നമുക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന നമ്മുടെ പ്രകൃതങ്ങളാണ്. അതുപോലെ തന്നെ ഒരു നർച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന എല്ലാ എൻവയോൺമെൻറ്റും, അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരാണ്, നമ്മുടെ ചുറ്റുമുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സ് ആണ്, നമ്മളുടെ സമൂഹമാണ്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണ്, സോഷ്യൽ മീഡിയയാണ്, മാധ്യമങ്ങളാണ്, സിനിമകളാണ്. ഇതിനെല്ലാം ചേർന്നിട്ടുള്ളൊരു ക്യുമുലേറ്റീവ് ഇഫക്റ്റാണ് ഒരാളുടെ ആറ്റിറ്റ്യൂഡും വ്യക്തിത്വവും രൂപീകരിക്കുന്നതിന് സഹായകരമാകുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യില്ല. ഈ തെറ്റെന്ന് പറയുന്നത് വളരെ ഭീകരമായ തെറ്റൊന്നും ആവണം എന്നില്ല, നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് അംഗീകരിക്കാൻ പാരൻസിന് ഡിഫിക്കൽട്ടി ഉണ്ട്. ഒരു വളരെ നിസ്സാരമായ ഒരു കാര്യം വളരെ മയത്തോടുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്ത് തിരുത്തിയാൽ തിരുത്താൻ പറ്റുന്ന സ്ഥലത്ത് പോലും പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ഇഫക്റ്റാണ്. പാരൻസ് എന്ത് ചിന്തിക്കുന്നോ ആ നിലയിൽ തന്നെ പലതരം പാരൻറ്റിങ് കൊണ്ട് പലതിനും പല ഇഫക്റ്റാണ് കുട്ടികളിലുണ്ടാവുന്നത്. ഈ പറയുന്ന ടോക്സിക് പാരൻറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന, അതായത് ഞാൻ വിചാരിക്കുന്ന കാര്യം മാത്രം നടത്തിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന പാരൻസിൻ്റെ മക്കളും ഈ മക്കൾ നന്നാവണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും അവരിൽ റിബലിയസ് ആറ്റിറ്റ്യൂഡ്സാണ് ഉണ്ടാക്കുന്നത്. അവിടെയും അമ്മമാരോ അച്ഛന്മാരോ ശ്രമിക്കുന്നത് കുട്ടികളുടെ നന്മയെക്കുറിച്ചാണ്. ഇനി ഇതിനെല്ലാം ഈ പറഞ്ഞ പാരൻറ്റിങ്ങിലും ഇതിലും എല്ലാം ഉപരി നമ്മൾ ഈ നേരത്തെ സാറ് പറഞ്ഞപ്പോൾ കമൽ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം നടക്കുന്നില്ല എന്ന്. ഈ നമ്മളുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ എവിടെയാണ് ഇന്ന് മൂല്യങ്ങൾ ഉള്ളത്? മനുഷ്യത്വം എവിടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് മനുഷ്യത്വം കാണിച്ചു കൊടുക്കുന്നുണ്ടോ? എവിടെയാണ് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്? മറ്റൊരാളുടെ വിഷമത്തിനെയും മറ്റൊരാളുടെ ബുദ്ധിമുട്ടിനെയും അംഗീകരിക്കാൻ നമ്മളുടെ സ്വന്തം വീട്ടിൽ പോലും പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നില്ല മക്കളെ. പാരൻസ് പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത് കുട്ടികളെ വളരെ കോസി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനകത്ത് ഇരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളുടെ മക്കൾ അറിയണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു ധാരണകളും റിയാലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള യാതൊരു ധാരണകളും കുട്ടികൾക്ക് കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. ഇതെല്ലാം ഞാൻ എങ്ങനെ മറ്റൊരാളെ കാണുന്നു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ വേറൊരാളെ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കണം, അവരുടെ പോരായ്മകൾ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണം. ഇതൊക്കെ നമ്മളുടെ ഈ റാറ്റ് റേസിനിടയിൽ എവിടെയാണ് നടക്കുന്നത്? മാർക്ക് വാങ്ങിക്കണം, പൊങ്ങച്ചം കാണിക്കണം, എൻ്റെ കുട്ടി ഇത്രയും വലിയ സ്കൂളിൽ ഇത്രയും വലിയ ഫീസ് കൊടുത്താണ് പഠിക്കുന്നത് എന്ന് മറ്റുള്ളവരെ കാണിക്കണം, എൻ്റെ വീട്ടിൽ ഇത്ര വലിയ കാറുണ്ടെന്ന് കാണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ തമാശയായിട്ട് തോന്നുമായിരിക്കും. കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ട ഒരു ക്ലയൻ്റ് ഉണ്ട്. ആ കുഞ്ഞ് 10 വയസ്സിന് താഴെ ആ കുഞ്ഞിന് പ്രായമുള്ളൂ. ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് വീട്ടിൽ ഇപ്പോൾ ഉള്ള കാറ് പൊട്ട കാറാണ്, ആ കാറ് ഞാനിനി ഉപയോഗിക്കില്ല, വേറെ കാറ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഈ കുട്ടി പറഞ്ഞ മേക്കുള്ള കാറ് പാരൻസ് വാങ്ങിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിനവർ പറയുന്ന എക്സ്പ്ലനേഷൻ, എൻ്റെ വീട്ടിലുള്ള കാറിൽ എൻ്റെ മകൻ കയറില്ല, അതുകൊണ്ട് ഞാൻ കാറ് മാറ്റി, അവനെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കാറിലല്ലേ പോകാൻ പറ്റുള്ളൂ എന്ന്. ഇതാണ് അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ. നമുക്ക് കേൾക്കുമ്പോൾ ഇത് തമാശയായിട്ട് തോന്നും. പക്ഷെ ഇതുപോലെ എങ്ങനെയാണ് കുട്ടി ആ ലെവൽ വരെ എത്തിയത്? അതിനു മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്ത് അവൻ്റെ വാശിക്കൊത്ത്, അതായത് ഞാൻ ചിന്തിക്കുന്നത് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് എക്സ്ട്രീമിലേക്കും പോകും എന്ന് പറയുന്ന നിലയിൽ നമ്മുടെ ചിന്താരീതിയെ മാറ്റിമറിക്കുന്നതിന് പാരൻറ്റിങ്ങിന് റീസൺ ഉണ്ട്, അല്ലെങ്കിൽ പാരൻറ്റിങ്ങിൻ്റെ ഇഫക്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള റാഗിങ്ങും വയലൻസിനെ കുറിച്ചുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ അല്ലാതെ എത്രയോ സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഒരുമിച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുന്നവർ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പണ്ട് കാലത്തും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും, അടികൂടും, ഇതെല്ലാം ചെയ്യും.
പക്ഷെ വാശിയോടുകൂടി റിവെഞ്ച്ഫുള്ളായിട്ട് അടികൂടുകയും അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇന്ന ആളെ അടിച്ചു, അപ്പോൾ അവനെ ഞാൻ നാണം കെടുത്തി എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയും അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ഇത് കോംപ്രമൈസ് ചെയ്യാം, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം കോംപ്രമൈസ് ചെയ്യാം എന്ന് വളരെ ഗൂഢാലോചന നടത്തി വേറൊരാളെ കൊണ്ട് ഈ കുട്ടിയെ തിരിച്ച് സ്വന്തം വീട്ടിൽ, ഈ പറയുന്ന എതിർകക്ഷിയുടെ വീട്ടിലെത്തിക്കുകയും ആ വീട്ടിനകത്തിട്ട് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും നീ എനിക്ക് ഇത്ര പണം തരണം, അല്ലെങ്കിൽ നീ എന്നോട് പരസ്യമായി സോറി പറയണം, ഞാൻ വീഡിയോ എടുക്കും, നീ അന്ന് എന്നെ ഇടിച്ചതിന് നീ എന്നോട് സോറി പറയണം എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയും അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ, ഇതിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് റാഗിങ്ങിലേക്കൊന്നും മാത്രം കൊണ്ട് എത്തിക്കാനൊന്നും പറ്റില്ല. അല്ല, ഈ സിദ്ധാർത്ഥിൻ്റെ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്, അതായത് മകൻ ഇപ്പോൾ ജയിലിലാണല്ലോ, അവിടെ സേഫ് ആണല്ലോ എന്നുള്ളത്. നമുക്ക് അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് നോക്കിയേ. ഈ പറയുന്ന സേഫ്റ്റി ഏതർത്ഥത്തിലാണ് എന്നുള്ളതാണ്. പുറത്തിറങ്ങിയാൽ ആരെങ്കിലും തല്ലും എന്നുള്ളതാണ് സേഫ്റ്റി എന്ന് കരുതുന്ന, അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ലായ്മ എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജയിലിനകത്തുനിന്ന് ഈ വ്യക്തിയുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അവൻ്റെ ചിന്താരീതിയിലും ഒക്കെ എന്തുമാത്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസോട് കൂടിയാണ് അയാൾ പുറത്ത് വരാൻ പറ്റുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ജയിലിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ്റെ പരിവർത്തനമൊക്കെയാണോ ശരിക്കും നമ്മുടെ ജയിലിൻ്റെ ഉദ്ദേശം? അതോ അവിടെയും നമ്മൾ തിരിച്ച് വയലൻസിനെ വയലൻസ് കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളൊരവസ്ഥയാണോ? ഇതൊക്കെ നമ്മൾ ചോദ്യങ്ങളായിട്ട് വെക്കേണ്ടുന്ന കാര്യമാണ്. ശരിക്കും ജയിലുകളിൽ ശിക്ഷ കിട്ടുന്നുണ്ടോ? ഫ്രീഡം നഷ്ടപ്പെടുന്നു, ശരിയാണ്. ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ആർക്ക്, എത്രത്തോളം? ഇതെല്ലാം അതിനകത്ത് ചോദ്യമാണ്. ശരിക്കും അവിടെ ഫ്രീഡം നഷ്ടപ്പെടുന്നോ? നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്വാധീനമുള്ളവർക്ക് മൊബൈലും ഇൻ്റർനെറ്റ് കണക്ഷനും ഉള്ള ജയിൽ സെല്ലുകൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവിടെ എനിക്ക് സ്വാധീനമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമാക്കും എന്നുള്ളൊരു ചിന്ത സമൂഹവും അങ്ങനെ നിനക്ക് ചിന്തിക്കാം എന്നുള്ളത് പാരൻറ്റിങ്ങിൻ്റെ സൈഡിൽ നിന്നും മീഡിയയും, നമ്മൾ ഈ പറഞ്ഞ, ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സിനിമകളുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച്. റാഗിങ് ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ വയലൻസ് ചിത്രീകരിക്കപ്പെടുന്ന ആദ്യത്തെ സിനിമയൊന്നുമല്ല ഈ പറയുന്ന മാർക്കോയോ അല്ലെങ്കിൽ ആവേശമോ ഇതൊന്നും. ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് വന്ന അമൃതം ഗമയ പോലെയുള്ള സിനിമകളിലും ഈ കാര്യങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ വയലൻ്റായിട്ട് ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അതിനകത്തും ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായ വ്യത്യാസം എന്താണ്? ഈ അമൃതം ഗമയ പോലെയുള്ളൊരു സിനിമയ്ക്കകത്ത് ചിത്രീകരിച്ചിരിക്കുന്നതിനകത്ത് വയലൻസ് ഒന്ന് കാണിക്കുന്നതിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. രണ്ട്, അതിനുശേഷം ഈ പ്രതിയായി അല്ലെങ്കിൽ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി വന്ന മനുഷ്യനുണ്ടാകുന്ന കുറ്റബോധവും അതിലൂടെ അയാൾ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെയുമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നൊരു പരിവർത്തനവുമാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആവേശത്തിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? എന്നെ അടിച്ചു, ഞാൻ ഗുണ്ടകളെ വെച്ച് തിരിച്ചടിക്കും. ഈ പറയുന്ന പുതുതലമുറ സിനിമകളിൽ എവിടെയെങ്കിലും ഒരു വയലൻസ് നടക്കുന്ന ഒരു സ്ഥലത്ത് വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. ഈ വയലൻസ് നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോലീസ് ഇടപെട്ട്, ഒരു നിയമം ഇടപെട്ട് ഇതിനെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ വിക്ടിമിനെ സംരക്ഷിക്കാം, ഇന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്നുള്ളൊരു മെസ്സേജ് എവിടെങ്കിലും കൊടുക്കുന്നുണ്ടോ? നിന്നെ ഒരാൾ തല്ലി, നീ തിരിച്ചു തല്ലുക, നിന്നെ തല്ലിയവനെ നീ വെട്ടുക, ഇതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മനസ്സിലുണ്ടാവുന്ന റേജ് എന്ന് പറയുന്ന സാധനം എന്താണ്? ആ റേജാണ് മനുഷ്യർ ഇന്ന് കാണിക്കുന്നത്. സുഭാഷ് ബാബു സാർ, ഈ കാടത്തം എങ്ങനെ ഒഴിവാക്കാം? നമുക്കൊരു പ്രശ്നം, വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ നമുക്ക് പരിഹാരത്തിലെത്താൻ പറ്റുന്നില്ല. കുഴപ്പമൊന്നുമില്ല. കാരണം ഇതില് നടപടികളുടെ അലംഭാവമാണ്. അതായത് കോളേജ് സ്കൂൾ അധികാരികളായാലും ശരി, ഇനി പോലീസ് വിഭാഗമായാലും ശരി, കോടതികൾ ഉൾപ്പെടെ ഉള്ള ഒരു മൃദു സമീപനം ഈ കുട്ടികളുടെ കാര്യത്തിലുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന് അവർ അർഹരാണോ എന്ന് നോക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്തായാലും ശരി, നിയമത്തിനകത്തിലൊക്കെ പറയുന്നുണ്ട് 3 വർഷം ഇവനെ ഡീബാർ ചെയ്യണം, പരീക്ഷ എഴുതാൻ സമ്മതിക്കരുത്, വേറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അഡ്മിഷൻ കൊടുക്കരുത്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇത് വല്ല ഇവിടെ നടക്കുന്നു എന്ന് ചോദിച്ചില്ല. കോടതി എന്താ പറയുന്നത്? അവൻ പഠിച്ചോട്ടെ, ചെയ്ത് ഇത്രയും ക്രൂരത ചെയ്തതിന് ശേഷം അവൻ പഠിച്ചോട്ടെ, പഠിച്ചിട്ട് ഇവൻ എങ്ങോട്ട് പോകാനാ? അവൻ നന്നാവും, അങ്ങോട്ട് പഠിച്ചോളാം. ഞാൻ പറഞ്ഞ ഇവിടെ നിന്നൊക്കെ അവനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവനെ ഓൺലൈനിൽ പഠിപ്പിച്ചോട്ടെ, എവിടെങ്കിലും ജയിലിൽ ഇട്ടിട്ട് ഓൺലൈനിൽ പഠിപ്പിച്ചോട്ടെ, എന്താ തയ്യാറുള്ളത്?
അപ്പൊ അവനെ പിന്നെ സാമൂഹ്യ ജീവിയായിട്ട് കൊണ്ടുവരരുത്, അവനെ തീർച്ച ഐസൊലേറ്റ് ചെയ്ത് ജയിലിൽ തന്നെ കൊണ്ടുവിടണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതിൽ ഏതെങ്കിലും ബോയ്സ് സ്കൂളോ അതേമാതിരി ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ കൊണ്ടിട്ടേക്ക്, അവിടെ കിടക്കട്ടെ, പുറത്തോട്ട് വരരുത് ഇവൻ. അവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ. ഇപ്പൊ ഓൺലൈൻ സംവിധാനം ഉണ്ടല്ലോ, ഓൺലൈനിൽ പഠിപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചോളം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് അടക്കി വെച്ച് കഴിഞ്ഞാൽ റാങ്കിനെ സംബന്ധിച്ചുള്ള അവർക്ക് ക്രിമിനൽ കേസിലെ പ്രതികളാവും, ശരിയാണ്. പക്ഷെ അവരത് മറച്ചു വെക്കുന്നത് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു താല്പര്യം വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഗ്രേഡിങ്ങിലോ മറ്റു രീതിയിലുള്ള ഏതെങ്കിലും ഗ്രാന്റുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ കോഴ്സുകളിൽ തന്നെ അടുത്ത കൊല്ലം ഇത്ര സീറ്റുകൾ കുറച്ചിരിക്കും എന്ന് പറയുന്ന ഏതെങ്കിലും നിർബന്ധമായ പുതിയൊരു സംവിധാനം ഇവിടെ ഉണ്ടാവണം. അതില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാണല്ലോ ഈ റാങ്കിങ്ങിന് അധികം വിധേയമായത്. റാങ്കിങ്ങിന് എവിടെ ആയാലും ശരി, അവിടെ കോളേജിലോ കോളേജിന്റെ പ്രൊമിസസിലോ ഏത് സ്ഥലത്തായാലും ശരി, വേറെ സീനിയർ കുട്ടികൾ ഈ കുട്ടികളെ ഇതേമാതിരി മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പീഡിപ്പിക്കുകയാണെങ്കിൽ റാങ്കിങ്ങിന്റെ പരിധി വരുന്നുണ്ട്. അതിന് സ്ഥലമൊന്നുമില്ല, പുറത്തായാലും ശരി, കോളേജിനുള്ളിലായാലും ശരി. പക്ഷെ ഈ ഹോസ്റ്റലിനുള്ളില് ഈ നിൽക്കുന്ന കുട്ടികളെ അഡ്മിഷൻ നടത്തി കുറെ നാളത്തേക്ക്, ഒരു 3 മാസത്തേക്കെങ്കിലും ഇവരുടെ രക്ഷിതാക്കളോ ഉൽപ്പം അമ്മയോ അച്ഛനോ ഈ കുട്ടികളെ ആഴ്ചയിൽ ഒരിക്കലോ 15 ദിവസത്തിലൊരിക്കലോ കാണാനുള്ള സംവിധാനം ഉണ്ടാക്കി കൂടെ? അവരോടൊപ്പം ഇവൻ ഉറങ്ങട്ടെ 1-2 ദിവസം. അവർക്ക് അപ്പോൾ എന്താ പറയുക, മനസ്സ് തുറക്കാനോ മറ്റവർക്ക് തുറപ്പിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ വരുന്നതിന് ശേഷം ഇതിന് നടപടിയെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഈ കുട്ടികളെക്കാൾ ഉപരിയായിട്ട് ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പിന്നെ പഠിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ആ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കട്ടെ, പക്ഷെ ഈ കുട്ടിയെ ഉപദ്രവിച്ചവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റി, ആ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ മാറ്റുക ചെയ്യുമോ? ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോയി പഠിക്കട്ടെ, വേറെ ഏതെങ്കിലും സ്കൂൾ ഇതേമാതിരി ക്രൂരന്മാർ മാത്രമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവന്മാർക്ക് പഠിക്കാൻ വേണ്ടി വെക്കട്ടെ, ഏതിലായാലും ശരി. ഇപ്പം അക്കാഡമിക്കിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് ആയാലും ശരി, മെഡിസിൻ അത്ര കൂടുതൽ വരുന്നില്ല, കാരണം അവരവിടെ തന്നെ സ്ക്വയർ അപ്പ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. ബാക്കിയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വരുന്നത് എന്താ പറയുക, ഇപ്പൊ നഴ്സിംഗ് സ്കൂൾ ആയാലും നഴ്സിംഗ് കോളേജ് ആയാലും അതുപോലെ തന്നെ പിന്നെ +2 വരെയുള്ള വിദ്യാലയങ്ങളായാലും ശരി, കോളേജിലെ സയൻസ് മറ്റ് ആർട്ട് വിഷയങ്ങളായാലും ശരി, ഇതിനു വേണ്ടി പഠിക്കാൻ ഒരു സ്ഥലം വേണേ പ്രത്യേകിച്ച് ബോർഡർ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ മാതിരി ഒരു പുതിയ സംവിധാനം നമ്മൾ കണ്ടുപിടിക്കുക. ഇവൻ അവിടെ പഠിച്ചാൽ മതി. ഇവന് പഠിക്കണമെങ്കിൽ ഇവന്റെ സ്കൂളിലേക്ക് ഓൺലൈനിൽ ക്ലാസ് കൊടുത്തോട്ടെ. എന്താ അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചാൽ, കാരണം ഇത് കൈവിട്ടു പോയില്ലേ, ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും ഇവിടെ? രക്ഷിതാക്കൾക്ക് ആശങ്കയല്ലേ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയമല്ലേ? കാരണം തന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിന് പുറമെ ബാഹ്യമായി പ്രദർശിപ്പിക്കുന്നവനോ ഒരു പരാതി കൊടുക്കുന്നതിനോ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണോ? ഇവിടെ ഭരണഘടനയുണ്ടോ? ആർക്കെങ്കിലും നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ വല്ലതും സംരക്ഷിക്കുന്നുണ്ടോ? പൗരാവകാശം സംരക്ഷിക്കുന്നുണ്ടോ? ഇല്ലാത്ത ഒരു സംവിധാനത്തില് ഇവിടെ എന്താണ് പറയുന്നത്? ശരിക്കും ഒരു ഭീകര രാഷ്ട്രം എന്ന് പറയുന്നിടത്തെ അതേമാതിരിയുള്ള ക്രൂരമായ നിയമവിനോദമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രൂര നിയമവിനോദം എന്നാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് ഉണ്ടാകുന്ന പീഡനത്തെ സംബന്ധിച്ച് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എന്ന് ചോദിക്കട്ടെ? അത് പരാജയമാണെന്ന് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അപ്പോ അതുകൊണ്ട് ഇത് മാറി ചിന്തിക്കേണ്ട സമയമായി. അതല്ലെങ്കിൽ നമ്മുടെ യുവ തലമുറ മുഴുവൻ ഇതേമാതിരി റാഗിങ് ഫാഷൻ അല്ലെങ്കിൽ വയലൻസ് ഫാഷൻ എന്നതിലേക്ക് നശിച്ച്, ഇപ്പൊ നമുക്കറിയാലോ, അമ്മ ചിക്കൻ കറി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കയ്യിലിരുന്ന കറിക്ക് അമ്മയുടെ കഴുത്തിറക്കുന്ന ആ വിജയതി വരെ എത്തി. നമ്മൾ ആലോചിച്ച് നോക്കുക, സ്വന്തം അമ്മ എല്ലാത്തിനും ആശ്രയമായിട്ട് ഇരിക്കുന്ന അമ്മയെ പോലും ഇന്ന് കോഴിക്കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴുത്തിറക്കുന്ന ഈ മയക്കുമരുന്ന് സംവിധാനത്തിലേക്കാണ് നമ്മുടെ ചെറിയ കുട്ടികൾ പോയി വീണിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിന്റെ ഭീകരാവസ്ഥ എന്താണ്. എന്നിട്ടും ഇത് മാറി ചിന്തിക്കുന്നതിന് വേണ്ടി പണ്ട് നിയമമുണ്ട്, ആ നിയമമുണ്ട്, കർശനமான നിയമം, ഇത് നടപ്പാക്കണം, കുട്ടികളെ ഈ ക്രിമിനലായ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ആ ചിന്താഗതിയൊക്കെ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ഇതിനൊരു മാറ്റം വേണ്ടേ എന്നാണ്. ആ മാറ്റത്തെ പറ്റി ചിന്തിക്കണമെന്ന്, മാറ്റം അനിവാര്യം നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ABVP എങ്കിലും ആൻറ്റി റാഗിംഗ് അവെയർനെസ് അതിന് മുൻകൈ എടുക്കണം. അറിയാം നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ട്, വെല്ലുവിളികൾ ഉണ്ട്, പക്ഷേ അതൊക്കെ അതിജീവിച്ച് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചു. തീർച്ചയായിട്ടും അതെ. ABVP എല്ലാ വർഷവും ക്യാമ്പസുകൾ ആരംഭിക്കുന്ന, അക്കാദമിക് ഇയർ ആരംഭിക്കുന്ന സമയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട്
റാഗിങ്ങിനെ പറ്റിയും അതുപോലുള്ള ക്ലാസ്സുകൾ നമ്മളുടെ പഠന ശിബിരങ്ങളിലൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ശിബിരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെയും ക്യാമ്പസുകളിലുള്ള ഈ ആൻറ്റി റാഗിങ് സെല്ലുകളും കമ്മിറ്റികളും ഇതൊന്നും കൃത്യമായിട്ട് ഒന്ന് മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ വേദന തന്നെയാണ്. കാരണം എത്ര തന്നെ പരാതികളുമായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിപ്പോൾ 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് സിദ്ധാർത്ഥൻ്റെ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ടൗണിലിറങ്ങി സുഖമായിട്ട് നടക്കുന്ന അവസ്ഥയുണ്ട്. ഈ പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് തന്നെ നേരിട്ട് ഇറങ്ങുന്നു. ഈ സിദ്ധാർത്ഥൻ്റെ കേസിൽ ആകെ 2 അതായത് ഈ അധികാരികളായിട്ടുള്ള ആകെ വൈസ് ചാൻസലർക്ക് എതിരെയും മറ്റൊരു ആൾക്കെതിരെയും മാത്രമേ പോലീസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് പോലും തയ്യാറായിട്ടുള്ളൂ. അപ്പോൾ ഈ ആന്റി റാഗിങ് സെല്ലുകളും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഇതിനെ പ്രതിപട്ടികയിൽ ഡീനോ അസിസ്റ്റന്റ് വാർഡനോ ഇല്ല യദു നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റെ വാർഡനായിട്ടുള്ള ആളും അതുപോലെ തന്നെ അവിടുത്തെ ഈ ആന്റി റാഗിങ് സെല്ലിന്റെ ചെയർമാനാണ് ഈ ഡീൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടും ആ ഡീൻ പോലും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ ഡീൻ ആ ക്യാമ്പസിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഈ സംഭവം ഉണ്ടായിട്ട് ഏറ്റവും വൈകി പോലീസിനെ അറിയിച്ച ആളാണ്. ഈ കേസിനെ ഏറ്റവും നിരുത്സാഹപ്പെടുത്താനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആൾ ആ ഡീനാണ്. പക്ഷെ ആ ഡീനിനെ പ്രതിപട്ടികയിൽ ചേർത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. അപ്പം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏറ്റവും അലംഭാവമായിട്ടുള്ള രീതിയിൽ ഉദ്യോഗസ്ഥർ സമീപനം എടുക്കുക. പക്ഷേ ഇത് ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിൻ തുമ്പത്ത് ഉള്ള ആ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി, ആ ഒരു അധ്യായം അവസാനിപ്പിക്കാൻ പോലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ആണ് നടക്കുന്നത്. നിരവധി പരാതികൾ ഉയർന്നതാണ്. ഇപ്പോഴും അവിടെ ഇടിമുറിയുണ്ട്. നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ അവിടെ പീഡിപ്പിക്കുന്നുണ്ടാവും, ഇടിക്കുന്നുണ്ടാവും. അതെ, ഇതിനകത്ത് ശക്തമായിട്ടുള്ള നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേരളത്തിൽ റാഗിങ് കേസുകൾ. അന്ന് നമ്മൾ നാട്ടകം പോളിയിലെ പൊലയക്കുടലുകളെ കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെയും ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കേരളത്തിൽ ഇതിനാകെ ശിക്ഷിക്കപ്പെട്ടത് നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേവലം കോട്ടയത്ത് നിന്നുള്ള ഒരൊറ്റ കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ബാക്കി കേരളത്തിലുണ്ടായിരുന്ന റാഗിങ് കേസുകളെ ഒക്കെ തന്നെയും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ടുള്ള നടപടി അതിനെതിരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായാൽ മാത്രമേ മറ്റൊരു വിദ്യാർത്ഥി, ഇനിയൊരു സിദ്ധാർത്ഥൻ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് കോട്ടയത്തെ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് സംഭവിച്ച പോലെ മറ്റൊരു വിദ്യാർത്ഥിക്ക് കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി സമൂഹത്തിന് പറ്റുള്ളൂ. യെസ് ഡോക്ടർ വാണി, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് കൂടി. ഈ വിദ്യാർത്ഥികൾ അല്ലേ, റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾ അത് തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം സഹപാഠികളോടെങ്കിലും. സഹപാഠികൾ അറിയാതെയൊന്നുമല്ല റാഗിംഗ് ഒന്നും നടക്കുന്നതൊന്നും. കാര്യം നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെ കുറച്ച് നേരം കാണാതാവുകയോ അല്ലെങ്കിൽ ഒരു ദിവസം ആ കുട്ടി തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസം വരുമ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഉള്ളപ്പോഴൊക്കെ ഈവൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പോലും അത് തിരിച്ചറിയാനൊക്കെ സ്വാഭാവികമായും അടുപ്പമുള്ള ഒരു കൂട്ടുകെട്ടിനാണെങ്കിൽ സാധിക്കും. അവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പീഡനത്തിന് ഇരയാകപ്പെടും എന്നുള്ള കുട്ടികളുടെ ധൈര്യമില്ലായ്മയാണ് ഈ മറ്റ് ക്രിമിനലുകൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. അവിടെ നമുക്ക് ഈ കുട്ടികൾക്ക് എങ്ങനെ ധൈര്യം കൊടുക്കാൻ പറ്റും? ധൈര്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സംവിധാനങ്ങൾ പ്രോപ്പറായിരിക്കണം. അനോണിമസ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെന്ന് പറയുന്നു. ഇത് അനോണിമസ് ആയിട്ട് അവിടെ പരാതി എത്തിയാൽ ഈ പരാതി അവർ കണ്ടോ, വായിച്ചു നോക്കിയോ, എന്താണ് ആക്ഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഉറപ്പില്ല. അല്ലാതെ പോയി പറഞ്ഞാൽ അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ, ഒരു ഇമെയിൽ അയച്ചാൽ ഞാൻ അവിടെ വീണ്ടും വിക്ടിമൈസ് ചെയ്യപ്പെടും. ഭേദം മിണ്ടാതിരിക്കുകയല്ലേ, എനിക്കിവിടെ തുടർന്ന് പഠിക്കണമല്ലോ എന്നുള്ള ചിന്തകളാണ് പലപ്പോഴും ഈ വരുന്ന ജൂനിയർ കുട്ടികൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമില്ലാതായി പോകുന്ന അവസ്ഥ. അവിടെ ശരിക്കും വേണ്ടുന്നത് ഈ പറയുന്ന സ്കൂളിലെ ടീച്ചേഴ്സും അധികാരികളും കൃത്യമായി
കുട്ടികളെ മോണിറ്റർ ചെയ്യുകയും അവരുമായി വളരെ റെഗുലറായിട്ടുള്ള പാഠപുസ്തകത്തിലെ പാഠങ്ങൾ തീർക്കുക എന്നുള്ളതിനപ്പുറം ഉള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയും ഇവരുടെ വെൽഫെയറിനെ കുറിച്ചും വെൽബീയിങ്ങിനെ കുറിച്ചും റെഗുലറായ അന്വേഷണങ്ങൾ, അത് ഫോർമൽ അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു ടിക്ക് മാർക്ക് ആക്ടിവിറ്റി അല്ല, വളരെ ഇൻഫോർമലായ അതേസമയം ഒരു ഇമോഷണൽ കണക്റ്റുള്ള സംവാദങ്ങളും ചർച്ചകളും നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വളരെ ഇൻഫോർമലായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് എന്നും ഈ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ട്യൂട്ടറും ഫസ്റ്റ് ഇയർ കുട്ടികളും എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നവരാണ്, അവർ ഒരുമിച്ച് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നവരാണ് എന്നുള്ളപ്പോൾ ഒരു പ്രശ്നം വന്നാൽ മാത്രമല്ല ഇവർ ഇൻ്ററാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുമായിട്ട് ഈ കുട്ടി സംസാരിക്കുന്നത് കണ്ടാൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയതാണ് എന്നൊരു ഊഹമുണ്ടായി വീണ്ടും വിക്ടിമൈസ് ചെയ്യപ്പെടില്ല. സോ ഇതൊരു സ്ഥിരം സംവിധാനമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റൂ. 2, ഈ സംവിധാനം ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാനുള്ള ആർജവം ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസ് സംവിധാനങ്ങൾക്കും ഒപ്പം ഈ കോളേജുകളിലും സ്കൂളുകളിലും ഇരിക്കുന്ന അധികാരികൾക്കും ഉണ്ടാവണം. അവർക്ക് ആ തൻ്റെ ഇടവും നട്ടെല്ലും ഇല്ലാത്തടത്തോളം നിങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യണം എന്ന് വിചാരിച്ചാലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, ഡോക്ടർ വാണി ചൂണ്ടിക്കാട്ടിയ ആ അധ്യാപക വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഊഷ്മളമായിട്ടുള്ള ആ ബന്ധം അത് പണ്ടുണ്ടായിരുന്നു, അത് തിരിച്ച് കൊണ്ടുവരണം. മാത്രമല്ല റാഗിങ് അതൊരു സോഷ്യൽ മെനീസ് ആണ്, അതൊരു സാമൂഹ്യ തിന്മയാണ്. ഈ കാടത്തത്തിന് അറുതിയാവേണ്ടിയിരിക്കുന്നു. അതിന് അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും മുൻകൈ എടുക്കണം. ഈ സംവാദം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.